ഹായ്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ആറാറിന് ജയിച്ചിട്ടും പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ച് ഗുജറാത്തുമായിട്ടാണ്. ഗുജറാത്ത് ഓൾറെഡി ടോപ്പ്, അതായത് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ്. രാജസ്ഥാനാകട്ടെ ലാസ്റ്റ് നിന്നും 2ാം സ്ഥാനത്ത്, അതായത് 9ാം സ്ഥാനത്താണ് രാജസ്ഥാൻ നിൽക്കുന്നത്. രാജസ്ഥാൻ ഇന്നത്തെ മാച്ച് ജയിച്ചാൽ പ്ലേ ഓഫ് കളിക്കാൻ, അതായത് പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത 10% നിലനിർത്താൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നമ്മൾ പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ബാംഗ്ലൂർ ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ടോപ്പിൽ 14 പോയിന്റുമായിട്ട് ടോപ്പ് ഓർഡറിൽ നിൽക്കുവാണ്. അവർക്കിനി 4 കളി അവശേഷിക്കുന്നുണ്ട്. അതിൽ ഒരു മാച്ച് വിൻ ചെയ്താൽ തന്നെ അവർ ഏറെക്കുറെ പ്ലേ ഓഫ് ആവും. നെറ്റ് റൺ റേറ്റിലും അവർ മുന്നിൽ തന്നെയാണ്. ഗുജറാത്താകട്ടെ 8 കളിയിൽ നിന്ന് 12 പോയിന്റ് ഉണ്ട്. 8 കളിയിൽ നിന്ന് 12 പോയിന്റ് ആയപ്പോൾ അവർ ഏകദേശം ഇനി 6 മാച്ചുണ്ട്. അതിൽ നിന്ന് 2 മാച്ച് ജയിച്ചാൽ ഗുജറാത്തും നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞ ടീമാണ്. ഇനി ബാക്കിലോട്ട് അത് കഴിഞ്ഞിട്ടുള്ള 2 സ്ഥാനത്തിനാണ് മുംബൈയും ഡൽഹിയും അതേപോലെ തന്നെ പഞ്ചാബും ലക്നൌവും എല്ലാം. ഈ 4 ടീമുകൾ, അതിന് ചെറിയ ഒരു 50% ചാൻസ് KKRനും. ഈ 5 ടീമുകൾ ഈ 2 സ്ഥാനത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. അപ്പോൾ ഏകദേശം മുംബൈ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. മുംബൈ 14, അതായത് ആദ്യത്തെ 4 മാച്ച് തോറ്റുന്നിട്ടാണ് ഇപ്പം 12 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പം രാജസ്ഥാൻ്റെ പ്രതീക്ഷ വയ്ക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ കളിയുടെ ഓർഡറിൽ പോയാൽ മാത്രം രാജസ്ഥാന് ഇനി പ്രതീക്ഷയുള്ളൂ. രാജസ്ഥാന് ഇനി പ്രതീക്ഷ വയ്ക്കണമെങ്കിൽ മുംബൈ, പഞ്ചാബ്, ഡൽഹി, ലക്നൗ ഈ ടീമുകളുടെ ഇനിയുള്ള മത്സരങ്ങൾക്ക് അവർ വിജയം കണ്ടെത്താതെ പരാജയത്തിലോട്ട് പോവുക. അതുപോലെ തന്നെ രാജസ്ഥാൻ ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം 1 മാർജിനിൽ വിജയിച്ചാൽ മാത്രം അവർക്ക് 14 പോയിന്റ് എത്താൻ പറ്റും. 14 പോയിന്റ് എത്തുമ്പോൾ മുംബൈ പോലുള്ള ടീമുകൾ 12 പോയിന്റുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം ഇനിയുള്ള മാച്ചുകളെല്ലാം രാജസ്ഥാന് നിർണായകമാണ്. നിർണായകമാണെന്ന് വെച്ചാൽ മറ്റ് ടീമുകളുടെ മത്സര ഫലങ്ങളെയും കൂടെ ആശ്രയിച്ചും രാജസ്ഥാൻ ഇനിയുള്ള മത്സരങ്ങൾ വിൻ ചെയ്താൽ മാത്രമാണ് രാജസ്ഥാൻ ഇനി ക്വാളിഫിക്കേഷൻ. അതായത് വെറും 10% ചാൻസ് ഇന്നത്തെ മാച്ച് വിജയിച്ചാൽ. ഇന്നത്തെ മാച്ചും കൂടെ പരാജയപ്പെട്ടാൽ പിന്നെ രാജസ്ഥാനിന് ഈ IPL സീസണിൽ അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തുക എന്നുള്ള മാത്രമുള്ള ഒരു ഉദ്ദേശം മെച്ചപ്പെടുത്തുക മാത്രമേ അവർക്ക് പിന്നെ ഒരു വഴിയുള്ളൂ. കാരണം പിന്നെ ഈ IPL അവർക്കൊരു പ്രതീക്ഷയില്ലല്ലോ. അപ്പം ഇപ്പോൾ നമ്മൾ ടോപ്പ് ഓർഡറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ബാംഗ്ലൂരും അതായത് ഗുജറാത്തും, ഇന്ന് രാജസ്ഥാനെതിരെയുള്ള ഗുജറാത്ത് ഏകദേശം ഇന്ന് ഗുജറാത്ത് ജയിക്കുകയാണെങ്കിൽ ടോപ്പ് ഫസ്റ്റിൽ അവർ വരും. നെറ്റ് റൺ റേറ്റ് വെച്ച് അവർ 1ാം സ്ഥാനത്ത് എന്തായാലും വരും. ഏകദേശം അവരും പ്ലേ ഓഫ് ഉറപ്പിക്കും. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ രാജസ്ഥാന് നിർണായകമാണ്. അതേപോലെ തന്നെ രാജസ്ഥാൻ പ്രാർത്ഥനയിലുമായിരിക്കും മറ്റ് ടീമുകളുടെ മത്സരഫലങ്ങളിൽ. അപ്പം ഇന്നത്തെ മാച്ച് വിജയിക്കണം എന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ്റെ മധ്യനിര ശക്തമാക്കിയേ പറ്റൂ. അതായത് അവർ ഇമ്പാക്ട് പ്ലെയറായിട്ടൊക്കെ കൊണ്ടുവരുന്ന ശിവം ദൂംബ് എന്ന് പറഞ്ഞൊരു പ്ലെയർ, ആ പ്ലെയറിനൊന്നും എന്തോ എനിക്ക് തോന്നുന്ന ഒരു ടച്ച്, അതായത് ഒരു ടൈമിംഗ് പോരായ്മയുള്ള ബാറ്റ്സ്മാൻ. അതായത് ഒന്നുമില്ല, ഈ മത്സരങ്ങളിൽ IPL കളിച്ച അത്രയും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാവാം എന്ന് തോന്നുന്നു. രാജസ്ഥാൻ തോറ്റ മാച്ചുകളെല്ലാം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം അവസാന നിമിഷം കൊണ്ടൊന്ന് കലവടച്ചത് ഒരവസ്ഥയായിപ്പോയി. പഠിക്കൽ വരെ കൊണ്ടുവെത്തും, അവിടെ നിന്നിട്ട് കലവടഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് രാജസ്ഥാൻ്റെ എല്ലാ മാച്ചും. ഹിറ്റ്മേറൊക്കെ ബൗണ്ടറി കണ്ടെത്താൻ വിഷമിക്കുന്നത് ഒരു മാച്ചല്ല, നമ്മൾ പല മാച്ചിൽ കണ്ടു. ഇത്രയും ഫോം ഔട്ടായിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സിനെ വെച്ച് രാജസ്ഥാനിന് മുന്നേറാൻ പറ്റുമോ എന്ന് ഇന്നത്തെ മാച്ചിൽ നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് ഗുജറാത്തുമായിട്ടാണ്. ഗുജറാത്ത് നല്ല മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും തുടക്കം അവർ മെല്ലെ തുടങ്ങി ഒടുക്കം അവർ ഗംഭീരമാക്കുകയാണ്. ഗുജറാത്തിൻ്റെ ഒരു കളി രീതി. തുടക്കം അവർ മെല്ലെയാണ് കളി തുടങ്ങുന്നത്. അതായത് ശാന്തമായ നമ്മളൊരു
റൺ സ്കോറിങ് പിന്നെ മെല്ലെ മെല്ലെയാണ് അവർ ഉയർത്തുന്നത്. എന്നാൽ അവസാനമാകുമ്പോഴത്തേനും അവരുടെ റൺ നിരക്ക് ഒരു വൻമല പോലെ അവരടിച്ചു കയറ്റുന്നത്. അതേപോലെ തന്നെ അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ലാത്ത ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. അവരുടെ ഫാസ്റ്റ് ബൗളിംഗ് നിര ഉഗ്ര ഫോമിൽ, അതായത് പ്രസിദ്ധ് കൃഷ്ണ എന്നുള്ള ബൗളർ മികച്ച ഫോമിലാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറുസൈഡിൽ രാജസ്ഥാന് ജയ്സ്വാൾ ഒഴികെ വേറൊരു ബാറ്റ്സ്മാനും ഫോം കണ്ടെത്താൻ പറ്റാത്തതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ജുറലൊക്കെ ആണെങ്കിൽ മധ്യനിരയിൽ റൺ അടിച്ച് കയറ്റേണ്ട ബാറ്റ്സ്മാനായിട്ട് റൺസ് കണ്ടെത്താൻ വിഷമിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റിയില്ലെങ്കിൽ രാജസ്ഥാൻ ഇനി ഇന്നത്തെ കളിയിൽ നമുക്ക് രാജസ്ഥാൻ അങ്ങനെയൊന്നും മാറ്റാതെ അവരുടെ പഴയ ശൈലി തന്നെ ആണെങ്കിൽ അവർക്ക് പിന്നെ ഈ 2025 IPL അവർക്ക് പിന്നെ ഒരു ക്വാളിഫയർ പ്രതീക്ഷയില്ല. അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന പോലെ അവസാനത്തെ പ്രതീക്ഷയാണ്. അതിനി മാച്ചിൽ നമുക്ക്, അതായത് ഇനി മാച്ച് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ്റെ വിധിയാണ്, രാജസ്ഥാൻ്റെ വിധി ഈ 2025 IPL രാജസ്ഥാൻ എന്താകും എന്ന് ഇന്നത്തെ മാച്ചോടെ നമുക്കറിയാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ IPL വിശേഷമായി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഇനി അടുത്ത റിപ്പോർട്ടുകളൊക്കെ വെക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമുക്ക് ലൈക്ക് അടിക്കുക, ഉള്ളവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക. കമൻസ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായാൽ നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബാക്കി എന്തെങ്കിലും മത്സരം കഴിഞ്ഞ് പറ്റുമെങ്കിൽ ഞാൻ റിവ്യൂ ആയിട്ട് ഇടാൻ പറ്റും. റിവ്യൂ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു കുറ്റപ്പെടുത്തൽ പോലെ ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പറ്റുമെങ്കിൽ ഞാൻ റിവ്യൂവും ചെയ്യാം. അപ്പോൾ ഓക്കെ.